ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് ഇപ്പോൾ എൻ്റെ ചെടികളൊക്കെ കുറേ വെക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ കാണാറുണ്ടായിരിക്കും, ഓരോ വീഡിയോയിലൊക്കെ ഓരോ ചെടി വെക്കുന്നത് കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ കുറേ ചെടി ഇങ്ങനെ കൂട്ടി ഞങ്ങളിപ്പോൾ കുറേ ചെടി ആക്കിയിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് ഇത്രയൊക്കെ ആക്കാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷിക്കുക. പിന്നെ ഇതിൽ കൂടുതലാക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഓരോരോ ചെടി വെച്ച് വെക്കണം. അങ്ങനെ വെക്കണമെന്നൊക്കെ ഉണ്ട്. നമുക്ക് പറ്റാവുന്ന രീതിക്കല്ലേ വെക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇനി വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ കുറേ ചെടി ഞാനും അമ്മയും കൂടി പിടിപ്പിച്ചിട്ടുണ്ട്. കൂടുതലും അമ്മയാണ് പിടിപ്പിക്കുന്നത്. അതിൽ വെള്ളം ഒഴിച്ച് ഇച്ചിരി നന കൊടുക്കുമെന്നല്ലാണ്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല. എന്നാലും ഞാൻ ഇച്ചിരിയൊക്കെ കൂടും കേട്ടോ. അമ്മ വിളിക്കുമ്പോൾ ചെടി വെക്കാനായിട്ടും ഇങ്ങനെ ഓരോന്ന് വേർതിരിച്ച് വെക്കാനൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വരാറുണ്ട്. അപ്പോൾ അമ്മ വെക്കണ കാണുമ്പോൾ ഞാൻ ഓടി ചെല്ലാറുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കുറച്ച് വെറൈറ്റി ചെടി എന്ന് വെച്ചാൽ എല്ലാ ചെടിയും കാണിക്കാമെന്നല്ല ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാ വീഡിയോയിലും ചെടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചെടിയല്ല ഞാൻ കാണിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളൊരു വെറൈറ്റി ചെടിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, ഞാൻ കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ കുറച്ചധികം വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് കാണിക്കാതെ വിചാരിച്ചാണ് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് തുടങ്ങാം. ഇതാണ് നമ്മുടെ ചെടികളുടെ മൊത്തം മദർ പ്ലാന്റ് അല്ലേ. ഇത് നമ്മുടെ ചെടിയുടെ മദർ പ്ലാന്റാണിത്. പക്ഷേ ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ട് വെക്കണത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വേറൊരു സെറ്റ് ഇതിൻ്റെ തന്നെ ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ ഇതിൽ നിന്നാണ് അടുത്ത പിടിച്ച് വരുന്നത്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ അടുത്ത് കൊഴിഞ്ഞു വന്നു. ഇതിൻ്റെ കളറ് കണ്ടോ ഗൈസ്, ഇങ്ങനെ ഒരു ഡാർക്ക് കളർ വന്നിട്ട് ഉള്ളിലൊരു ഡാർക്ക് റെഡ് പോലത്തെ ഒരു കളറാണ്. അപ്പോൾ അത് തന്നെയാണ് ഇത് മൊത്തം കണ്ട. പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇതിൻ്റെ കമ്പ് കുത്താണ്ട് പിടിക്കുമോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇല്ലെങ്കിൽ തൈ കുത്തണം, ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷേ ഒരു ചേച്ചി കൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടു. ഇതിനൊരു വിത്തുണ്ട് ഗൈസ്. നോക്ക്, ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് മൂത്ത വിത്താണ്. ഇത് കണ്ടോ, ഈ ഇലയുടെ സൈഡ് തോറും വിത്തുണ്ടാവും. ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. ചേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങളത് ശ്രദ്ധിച്ചത് തന്നെ. ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട അതിൻ്റെ വിത്ത് കാണിച്ചത് കയ്യിലോട്ട് വിട്ടില്ല കണ്ട. ഇത് നല്ല പാകമായ വിത്താണ്. ഇത് എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ട്. ഇത് കിളുത്ത് വരും. പക്ഷെ കിളുത്ത് വരുമ്പോൾ നമ്മൾ ഓർക്കും അതേ കളർ തന്നെ ആയിരിക്കും. സാധാരണ എന്തെങ്കിലും വിത്തോ എന്തെങ്കിലും കുഴിച്ചിടുമ്പോൾ അതേ സംഭവം തന്നെ അല്ല മുളച്ച് വരുന്നത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ചെടിയല്ല ഗൈസ്. ഇതിന് നിത്യകല്യാണി, പിന്നെ ഇംഗ്ലീഷിൽ എന്താ പറയണേ, വിങ്കാ റോസ്. എനിക്കിത് ഇടയ്ക്ക് അമ്മയോട് ചോദിക്കണില്ലെങ്കിൽ ഒരു ചേട്ടൻ അങ്ങോട്ട് പോയതാണ്. കറക്റ്റ് പേര് പാട്ടും പാടിക്കൊണ്ട് രാവിലെ ഇപ്പോൾ ഒരു 8 മണി ആവണേ ഉള്ളൂ. അപ്പോൾ പാട്ടും പാടിക്കൊണ്ട് പോകണമെന്നിട്ടാണ് പറഞ്ഞത്. വിങ്കാ റോസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മളെപ്പോഴും നിത്യകല്യാണി എന്നാണല്ലോ പറയണത്. ഇപ്പോൾ നിത്യകല്യാണി എന്ന് പറയുമ്പോൾ കുറച്ച് പേര് പറയണ കേൾക്കാം, ഒരു മുല്ലയുണ്ട് എല്ലാ ദിവസവും പൂക്കണ മുല്ല, അതിൻ്റെ പേര് നിത്യകല്യാണി എന്നാണെന്ന്. എന്തായാലും നമുക്കിപ്പോൾ തൽക്കാലം വിങ്കാ റോസ് ആക്കാം നമ്മുടെ നിത്യകല്യാണിനെ. പിന്നെ ശവന്നാരിപ്പൂവോ ശവക്കോട്ടപ്പൂവോ അങ്ങനെ പലതരം പേരുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താ വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടത്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കൊണ്ട് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് വിത്ത് ഞങ്ങളുടെ അവിടെ ഞാൻ കാണിക്കുന്നവിടെ താഴത്ത് കാണിച്ചായിരുന്നു നിങ്ങളൊരു വീഡിയോയിൽ. അതിൻ്റെ അടിയിൽ വീണിട്ട് നിറച്ചു ആ നിത്യകല്യാണി അവിടെ പിടിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിപ്പോൾ. ഇതെങ്ങനെ തൈ കൊണ്ട് വെച്ചതല്ല, കമ്പ് കുത്തിയതല്ല, ഒന്നും ചെയ്തില്ല. എങ്ങനെ കിളുത്ത് നോർത്ത്. ഹായ്, വീഡിയോ എടുക്കുക ജയലക്ഷ്മി ചേച്ചി പ്ലീസ്. എൻ്റെ അടുത്ത് ഡാൻസൊക്കെ എടുക്കാമെന്ന് ചോദിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം മറന്നുപോയി. അതിൻ്റെ വിത്ത് വീണ് കിളുത്ത് വരും. അപ്പോൾ അങ്ങനെ കിളുത്ത് വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര അത്ഭുതമായിട്ട് ഇവിടെ വന്നിട്ട് ചേച്ചിയാണ് ആദ്യമായിട്ട് എൻ്റെ തൈ തന്നത്. അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയ കുരു പോലെ ഇങ്ങനെ അതിൻ്റെ വിത്ത് എടുക്കാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരമാണ് ഞാൻ ഈ സാധനം കാണുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. അന്ന് തന്നെ ഞാൻ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിന് വിത്തുണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് വീണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കളർ കിട്ടി. ഇതുമായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു പൂ പറിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതിൻ്റെ ഒരു ലൈറ്റ് റോസ് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനൊക്കെ വിത്തുണ്ട്. അത് തന്നെ ഏകദേശം അതിൻ്റെ ഇത് തന്നെ. ശരി, അത് കഴിഞ്ഞിട്ട് ആ ഒരു പൂവിൻ്റെ കളർ തന്നെ ഇച്ചിരി കൂടി ഡാർക്കായിട്ടുള്ള കിട്ടിയേ കണ്ട. അത് തന്നെയാണെന്ന് തോന്നും, പക്ഷെ അതിൻ്റെ ഡാർക്കുമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളക്കുത്തുമാണ്. അതിൻ്റെ ഉള്ളിൽ റെഡ് കുത്താണ്, അതിൻ്റെ ഉള്ളിൽ വെള്ളക്കുത്താണ്. ഞാൻ ആ കുത്ത് വരെ മാറ്റി പറയും. പിന്നെ അടുത്തത്
ഇത് അതിനെക്കാട്ടി വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ കളറും ഏകദേശം ഒരേപോലെ തോന്നും. പക്ഷെ എല്ലാം വെറൈറ്റികളാണ്. നമുക്കൊരു പിങ്ക് മയാണ് കൂടുതൽ. ഇത് കണ്ടോ, ഇത് നട്ട് നോക്കുമ്പോൾ ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ഉള്ളിലും ഏകദേശം ആ റെഡ് കുത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതെനിക്ക് തോന്നുന്നു ഇത് ഏകദേശം നമ്മൾ ആദ്യം കണ്ട അതേ കളർ തന്നെയാണ്. ഒരു രണ്ടാമത് കണ്ടില്ല, ഒരു ലൈറ്റ് പിങ്ക്, അതാണ്. ഇതും ഏകദേശം തന്നെയാണ്. എനിക്ക് ഇതിൻ്റെ ഇലയുടെ കളർ എന്താ ഇങ്ങനെ ഇരിക്കണേ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അത് ഇനിയിപ്പോൾ ഇലയുടെ കൂടത്തി ഇല ആണെങ്കിൽ വെയിലത്തിരുന്നതുകൊണ്ടാണോ എന്നും അറിയില്ല. പക്ഷേ ഭയങ്കര ഒരു രസമുണ്ട് ഇതിൻ്റെ ഇല കാണാൻ. ഇനിയിപ്പോൾ അങ്ങനത്തെ മോഡലാണോ എന്ന് അറിയില്ല. ഇന്ന് വേറെ ഇതിൻ്റെയാണ്. അടുത്ത കളറും ഏകദേശം ഇത് തന്നെയാണ് കണ്ടോ. പിന്നെയാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് കിട്ടിയത് ഗൈസ്. ഇത് കണ്ടോ, നിങ്ങൾ നോക്കി, ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ റെഡ് വന്നിട്ട് ഇങ്ങനെ പടർന്നേക്കുക. ഇത് നോക്ക്, ശ്രദ്ധിച്ച് നോക്കിയാൽ അത് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഏകദേശം അത് തന്നെയൊക്കെയാണ്. പിന്നെയാണ് ഒരു അടിപൊളി വെറൈറ്റി. ഇത് ഇന്ന് 4 പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ കൊണ്ടാണെന്ന് തോന്നുന്നു. ഇതൊരെണ്ണോട് ഇടുന്ന ആളെ. എൻ്റെ പൊന്നു ഗായ്സ്, ഇത് ഞാനുണ്ടല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയോലപ്പറമ്പാണോ വൈക്കം ഇവർ അമ്മ അച്ചോടി പോയി മേടിച്ചാണ്. വൈക്കത്തുനിന്ന് 40 രൂപയ്ക്ക് മേടിച്ചൊരു തൈയാണിത്. നോക്കി, അതിൻ്റെ വലിപ്പം നമ്മുടെ ഈ ഒരു പൂവായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വലിപ്പം കൂടുതലുമാണ്. പോരാഞ്ഞിട്ട് ഒരു മജന്ത പോലത്തെ കളർ. നമ്മളിതിപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന കളറല്ല, കണ്ട അത്രയും കളർ വന്നിട്ട് ഉള്ളിൽ നിന്ന് കറക്റ്റ് വെള്ള കളറും വന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ കുത്തുമുണ്ട്. ശരിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട്. 40 രൂപക്ക് നഷ്ടമല്ല, അടിപൊളിയാണ്. ഇത് ഇനി വലുതാകുമ്പോൾ അതിൻ്റെ വിത്തെടുത്ത് വേറെ കിളിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ വിത്തിട്ട് അതിൻ്റെ കളർ തന്നെ ഉണ്ടാവും, പക്ഷേ വെറൈറ്റി കളറും വരുമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് ഇത് നമ്മൾ നേരത്തെ കണ്ട വെള്ളയല്ല. നേരത്തെ കണ്ട വെള്ളമൊക്കെ ഇച്ചിരി സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നോക്ക്, ഇതിനകത്ത് കറക്റ്റ് റെഡ് മാത്രം, വെള്ളയും മാത്രം, വേറെ സ്പ്രെഡിങ് ഒന്നുമില്ല. ഒരു കറക്റ്റ് വൈറ്റ് തന്നെയാണ്. അത് നമ്മുടെ ആ ഒരു മദർ പ്ലാന്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള കേട്ടോ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വെള്ള. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പലതരം കളറുണ്ടാവുമെന്ന് അറിയുന്നത്. അത് ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ. പോളിനേഷൻ ചെയ്യുക, ഇപ്പോൾ ഒരു പൂവിൽ ബഡ് ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്ന് വെച്ചാൽ പോളിനേഷൻ ഏതാണ്ടൊക്കെ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ കെട്ടി വെച്ചാൽ അത് വേറൊരു പൂവായിൽ പൂക്കും. പക്ഷെ അത് ഒടിച്ച് കുത്തണം വേറെ, അങ്ങനെയുള്ളൂ. പക്ഷെ അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി ഗൈസ്. അങ്ങനെ ഒരു ചേച്ചി വൈറ്റ് കളറൊക്കെ ഉണ്ടാക്കി. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പൂ ഇപ്പം എൻ്റെ കയ്യിൽ ഇരുന്ന് ഞാൻ പീച്ചി കൂട്ടി കണ്ട എൻ്റെ സ്വഭാവം ഒരു സാധനം കൈ കിട്ടി ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഗൈസ്, ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഗാർഡൻ്റെ പരിപാടിയായിട്ട് ഇത് ഇത്ര ആയിട്ടുണ്ട്. നമ്മുടെ മിറ്റമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഈ ക്ലിയറിങ്ങിനിടക്കാണ് അച്ഛ പോയി കാലടിച്ചുകൊണ്ട് വന്നത്. അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛ പോയപ്പോൾ തെന്നി വീണത് എൻ്റെ കുഴപ്പമില്ല. തെന്നി വീണതാണോ അതോ തലകറങ്ങി വീണയാണോ എന്നൊക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് അറിയാൻ മേല. അതിപ്പോഴും ഒരു രഹസ്യമായി കിടക്കുകയാണ്. ഈ 12-ാം തീയതി ഈവന്നെ 12-13 പോയി ഒടിച്ചത്. എന്തായാലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. പിന്നെ ഇത് കണ്ടില്ലേ, അച്ഛ അന്ന് ഒടിക്കുന്നതിന് മുന്നേ ഒരു ചെറുതായി തുടങ്ങി വെച്ച പണിയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കെട്ടണം. പക്ഷെ ഇത് പഞ്ചായത്തിൻ്റെ കെട്ടായതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്നും തൊടാൻ പറ്റില്ല. അതാണ് കുഴപ്പം. നമ്മളതുകൊണ്ട് കല്ലെല്ലാം എടുത്ത് പൊക്കത്ത് വെച്ചിട്ടുണ്ട്. ഒരു കല്ല് മിസ്സിങ് ആയാൽ അവർ വല്ലതും പറയും. അതുകൊണ്ട് നമ്മൾ കല്ല് വരെ എടുത്ത് അവിടെ പൊക്കത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഉണ്ടല്ലോ, ഇവിടെ കെട്ടണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാമ്പിൻ്റെ ശല്യമുണ്ട്. 2-3 വട്ടം ഞങ്ങൾ ഇപ്പം ഇടയ്ക്ക് വല്ലപ്പോഴും നോക്കുവാണെങ്കിൽ പേരയുടെ പൊക്കത്തും ഈ സപ്പോർട്ടയുടെ പൊക്കത്തൊക്കെ ഒരു മഞ്ഞച്ചേരം വന്ന് ഇങ്ങനെ കിടക്കണം കാണാം. ഞങ്ങൾ ടെറസിൻ്റെ പൊക്കത്തും കണ്ടിട്ടുണ്ട്. ആ സ്ഥലത്തിന് ടെറസിലോട്ട് അങ്ങനെ കയറിയെന്ന് അറിയാൻ പാടില്ല കേട്ടോ. അന്നൊരു പാലയുണ്ടായിരുന്നു. അപ്പോൾ പാലയിൽ കൂടി കയറിയെന്നൊക്കെയാണ് പറയണത്, അറിയില്ല. എന്തായാലും ടെറസിൻ്റെ അടുത്തൊരു മരത്തിൽ കൂടിയൊക്കെ കയറിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രത്യേകിച്ച് പുറത്തിറങ്ങിയ ചൂടും അകത്ത് കയറിയ പാമ്പും എന്നുള്ള അവസ്ഥയായതുകൊണ്ട് എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് ഈ പാമ്പിനെ. ഇടയ്ക്ക് ഞാൻ പാമ്പിന് സ്വപ്നം വരെ കാണാറുണ്ട്, പച്ചപ്പാമ്പിനെ. അപ്പോൾ പക്ഷേ ഇത് നമ്മൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞിട്ട് അവരങ്ങനെ മൈൻഡൊന്നും ചെയ്തില്ല. ആദ്യമായിട്ട് അവർ മൈൻഡൊന്നും ചെയ്തില്ല. ഞങ്ങൾ 2-3 വട്ടം പോയി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആരും മൈൻഡൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അനക്കാതെ വെച്ച് ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അവിടെ ഉണ്ട് അത് തന്നെ. അവിടെ കല്ലൊക്കെ കയറ്റി പൊക്കത്ത് വെച്ചേക്കുക കേട്ടോ. അവിടെ ഞങ്ങൾ കാണിക്കാം. ഇവിടെ ഭയങ്കര വൃത്തികേടാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ വന്ന വഴിക്ക് നോക്കുമ്പോൾ ഇടിഞ്ഞിടിഞ്ഞ് കിടക്കുക കേട്ടോ. അപ്പം പിന്നെ അതുമല്ല, പാമ്പിൻ്റെ ശല്യമാണ് ഭയങ്കരമായിട്ട്. പിന്നെ നമുക്ക് തെളിവ് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പാമ്പ് വരുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുകയല്ലോ. അപ്പോൾ തെളിവും കൂടി കാണിക്കേണ്ടതായിരുന്നു. എന്തായാലും
എന്തായാലും നമ്മൾ ഇപ്രാവശ്യം കൂടി പോയി പഞ്ചായത്തിൽ പോയിട്ട് അവരോട് പറയും. എന്നിട്ട് എങ്ങാനും ഇനി അവരൊന്നും പറഞ്ഞില്ലേ നമ്മൾ പോയി കെട്ടും കേട്ടോ. സിമെൻറ്റ് ഇട്ട് കെട്ടും നമ്മൾ മിക്കവാറും. കാരണം ഇത് നമ്മൾ എത്രയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ആളെ വിളിപ്പിച്ച് കെട്ടാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അപ്പുറത്തും ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇടത്തുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചെടിയൊക്കെ കാണിക്കാനാണ് വന്നത്. പിന്നെ എൻ്റെ ഗാർഡനും കൂടി ഇച്ചിരി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ അമർത്തുക. ബൈ.